നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ വേദ തേയിലത്തോട്ടത്തിൽ പണിക്ക് പോകാനായിട്ട് റെഡിയാകുവാണ്. അപ്പോൾ പ്ലാന്റേഷൻ മാനേജർക്ക് കത്തുമൊക്കെ കൊടുത്ത അച്ഛനാണ്. അപ്പോൾ വേദയ്ക്ക് അവിടെ ഒരു ജോലി താൽക്കാലികമായിട്ട് റെഡിയാക്കി കൊടുത്തു. വേദയുടെ നിർബന്ധ കാരണമായിരുന്നത് വിക്രത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല വേദയെ ജോലിക്ക് വിടാനായിട്ട്, പണിക്ക് വിടാനായിട്ട്. പക്ഷേങ്കിൽ വേദയ്ക്ക് ഒരേ നിർബന്ധം, വെറുതെ ഇവിടെ ഇരിക്കണ്ടല്ലോ, കാരണം പൈസ വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോകണമെന്ന് വേദയാണ് നിർബന്ധം പിടിച്ചത്. ഈ സമയത്ത് ഗീവർഗീസും വിക്രമൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. മേരി പറഞ്ഞു, കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പ്ലാന്റേഷൻ മാനേജർക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എതിർപ്പൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അയാളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അല്ല, ഇനി അയാൾ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ? അയാളെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ യൂണിയൻ ഓഫീസിലൊക്കെ ചോദിക്കണം, അങ്ങനെ ചോദിക്കണം, ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ഉത്തരവാദിത്തത്തിൽ എൻ്റെ റിസ്കിൽ ഞാൻ കൊണ്ടുവന്നോളാം സാറേ. അയാൾക്ക് നല്ല സംശയമുണ്ട്, കാരണം തോക്ക് എത്തിക്കുമോ എന്നൊക്കെ. ആദ്യം കുറച്ച് ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതിനുശേഷം വേദ അതൊക്കെ പഠിച്ചോളും, ഞാനതൊക്കെ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വേദ റെഡിയായിട്ട് അങ്ങോട്ട് വരുവാണ്. വേദ റെഡിയായി വരുന്ന കണ്ടപ്പോൾ ഒരു നിമിഷം വിക്രം പോലും ഞെട്ടിപ്പോയി. വേദ ഒരു നൈറ്റിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ആ കാഴ്ച കണ്ടിരിക്കുമ്പോഴത്തേനും വിക്രം പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദിച്ചു, എന്ത്? അല്ല, ഈ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇപ്പം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തേയിലത്തോട്ടത്തിൽ പിന്നെ മോഡലാന്ന് തോന്നും. തേയിലത്തോട്ടത്തിലെ മോഡലോ? അതേന്നേ, ടീ കമ്പനിയിലെ പരസ്യത്തിലെ മോഡലിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അത്ര കളിയാക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ആ സമയം വിക്രം പറഞ്ഞു, അല്ല മേരി ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം എങ്ങനെയുണ്ട് വേദയെ കണ്ടിട്ടുണ്ടെങ്കിൽ? നല്ലൊരു പരസ്യ മോഡലിനെ പോലെയില്ലേ? ടീ കമ്പനിയുടെ പരസ്യത്തിനകത്ത് തേയിലത്തോട്ടത്തിൽ നിൽക്കുന്ന പോലെ ഉണ്ട് ഇപ്പോൾ അതിനകത്ത് ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മേരി പറഞ്ഞു, അതെ ഇപ്പോഴെങ്ങനെയൊക്കെയാ, ഒരു 3-4 ദിവസം കഴിയട്ടെ, അപ്പോൾ അറിയാം. നല്ല വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേനും ഈ കളറൊക്കെ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു, വേദേ നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തിന്? എനിക്ക് അമ്മാതിരി ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ള കാര്യം വിക്രത്തിന് അറിയാലോ എന്ന് പറഞ്ഞു. മേരി പറഞ്ഞു, 10 വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാ. ഞാൻ എങ്ങനെ കളർ വെച്ചിരുന്നാ, ഇപ്പം കണ്ടില്ല ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ഗീവർഗീസ് പറഞ്ഞു, എൻ്റെ പൊന്നോ, നിൻ്റെ കളറിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അതെന്താട്ടാ, എനിക്ക് കളറില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അയ്യോ കളർ ഉണ്ടായിരുന്നേ. ഇനിയിപ്പം നിങ്ങളങ്ങനെയൊക്കെ പറയുള്ളൂ, കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് വിക്രം വേദയും കൂടെ ചിരിച്ചു. പിന്നീട് വേദ പറഞ്ഞു, ശരി പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. ഗീവർഗീസ് പറഞ്ഞു, അല്ല വേദയ്ക്ക് ഇങ്ങനത്തെ ജോലികളൊന്നും പരിചയമില്ലോ അല്ലേ? അങ്ങനത്തെ ജോലികളൊന്നും പരിചയമില്ല, അവൾ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ജോലികളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവളെ വിടാനായിട്ടൊരു താല്പര്യമില്ല, പിന്നെ അവളെ നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. അതെ ചേട്ടാ, എനിക്കൂടെ എന്തെങ്കിലും ഒരു പണി സംഘടിപ്പിച്ച് വരുവാണെങ്കിൽ നന്നായിരുന്നു. അങ്ങനെയാണ് പിന്നെ എനിക്ക് അവളെ വരേണ്ട കാര്യമില്ലല്ലോ. വിക്രത്തിന് നല്ല വിഷമമുണ്ട്, അത് പുറമേ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒടുവിൽ ഗീവർഗീസ് പറഞ്ഞു, അതെ അച്ഛൻ അവിടെ കുറച്ച് പറമ്പ് കളിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചക്കറി നടാനായിട്ടേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നാളെ മുതൽ വിക്രം അങ്ങോട്ടേക്ക് പോരെ. അല്ല അപ്പം അനിയൻകുട്ടൻ്റെ കാര്യം, അവൻ്റെ കാര്യം നമുക്ക് നോക്കാന്നേ. അവനെ അവിടെ കൊണ്ട് ഇരുത്തിയാൽ മതിയല്ലോ, പള്ളിവേടയിൽ അവൻ ഇരുന്നോളൂല്ലോ, അച്ഛനുണ്ടല്ലോ അവിടെ, അതുകൊണ്ട് അവൻ അവിടെ സേഫായിരിക്കും. അവൻ്റെ കാര്യം ഓർത്തൊന്നും വിക്രം വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഒരു സമാധാനമായി. അങ്ങനെ ഒടുവിൽ വേദയും മേരിയും കൂടെ തേയില നുള്ളാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. പ്ലാന്റേഷൻ മാനേജർ നോക്കുന്നുണ്ട്, വേദയെ നോക്കിയൊന്നിങ്ങനെ അവൾ ഇറങ്ങി വരുന്നതൊക്കെ നോക്കണം. കാണുമ്പോൾ അയാൾക്ക് തോന്നുന്നുണ്ട്, ഇവിടെ എവിടെയോ നല്ല കണ്ടുപരിചയമുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്? ഒരു പക്ഷേ എന്തേലും കള്ളത്തരം കാണിച്ചിട്ട് വന്നിരിക്കുന്നതാണോ? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. വേദയ്ക്ക് ഇതിനെക്കുറിച്ച് ഈ തേയില നുള്ളാനോ അങ്ങനെയൊന്നും വേദയ്ക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ഒടുവിൽ മേരി കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ. വേദ നല്ല കഴിവുള്ള പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് വേദയ്ക്ക് 2-3 പ്രാവശ്യം കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ടായിരുന്നു, ഇപ്പോൾ കൈ കൊണ്ട് നുള്ളേണ്ട കാര്യമില്ല, മിഷ്യൻ വെച്ചായതുകൊണ്ട് അതങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ വേദ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ്. അങ്ങനെ വേദ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം മേരിക്ക് മനസ്സിലായി, ഇവളെന്താണെങ്കിലും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ തോക്ക് ഒപ്പിക്കും, താൻ ചീത്ത കേൾക്കേണ്ട വരത്തില്ല എന്നൊക്കെ ഒരു ചിന്ത മേരിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ നന്നായിട്ട് ടയേർഡായി. പക്ഷെ അങ്ങനെ വേദ പിന്തിരിഞ്ഞു മാറാനായിട്ട് ഒരുക്കുമായിരുന്നില്ല. എന്ത് വന്നാലും താൻ ഇവിടെ തന്നെ നിൽക്കും, ഇത് ചെയ്യും, ഈ ജോലി ചെയ്യും എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് വരെ അങ്ങനത്തെ ജോലികളൊന്നും ചെയ്തിട്ടില്ലല്ലോ, വീട്ടിലാണെങ്കിൽ പോലും ജോലികളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ആദ്യമായതുകൊണ്ട് അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വേദയ്ക്കും ഉണ്ടായിരുന്നു. ഇതേ സമയത്ത്
ശ്രീകാന്ത് വിളിച്ചിട്ട് ചോദിച്ചു, സാറേ എന്തെങ്കിലും വിവരം ഉണ്ടോയെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം സിഐ പറഞ്ഞു, അവരെക്കുറിച്ചൊന്നും ഒരു വിവരമില്ല, ഞങ്ങളിനി അന്വേഷിക്കാനായിട്ട് സ്ഥലം ബാക്കിയില്ല, അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ അറിയിക്കാമെന്ന് പറഞ്ഞു. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, അധിക ദൂരം ഒരിടത്തും പോകാൻ വഴിയില്ല, ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സിഐ പറഞ്ഞു, അതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ശ്രീകാന്തേ, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവനുണ്ടല്ലോ അനിയൻകുട്ടന്, അവനെ കിട്ടിയാലെങ്കിലും മതിയായിരുന്നു പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകാന്ത് പറഞ്ഞു, അതെ സാറേ, പക്ഷെ ഒരു കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ആ വാസവൻ്റെ കയ്യിൽ അവർ ചെന്ന് പെടാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ശ്രീകാന്തിന് ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനിയിപ്പം എങ്ങാനും അവന് സ്വബോധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ വേദയോടും വിക്രത്തോടും തുറന്നു പറയും. അങ്ങനെ പറഞ്ഞാൽ അത് തൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ എന്ത് സംഭവിക്കാം, തൻ്റെ അച്ഛൻ അടങ്ങിയിരിക്കത്തുമില്ല, തന്നെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർത്ത് കളയണം വിക്രത്തിനെ. വിക്രമിന് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അപകടമാണ്. കാരണം വേദയ്ക്കും വിക്രത്തിനും കൂടെ ഒരു കുഞ്ഞും കൂടെ പിറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുഞ്ഞായിരിക്കും എല്ലാ സ്വത്തിൻ്റെ അവകാശി. അതൊരു കാരണവശാലും പാടില്ല. അതിനു മുമ്പ് തന്നെ അവനെ തീർക്കണം എന്നൊക്കെ ചില ചിന്തകളൊക്കെ മനസ്സിലുണ്ടായി. ഈ സമയത്ത് ശങ്കരനാരായണൻ ഒരു കാര്യം തീരുമാനിച്ചു, കമ്പനിയിലേക്ക് പോകണം, കമ്പനി കാര്യങ്ങളൊക്കെ നോക്കണം. അത് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. കാരണം ശ്രീകാന്തിനെല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ട്, ശരിയാകത്തില്ല. വേദയുടെ പേർക്ക് അച്ഛനെഴുതി വെച്ച കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു പക്ഷേങ്കിൽ അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്ര അടവുകളും അഭ്യാസങ്ങളൊക്കെ എടുത്തേ. ഒരു പക്ഷേങ്കിൽ അത് ചിലപ്പം കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കമ്പനി പോലും നശിപ്പിച്ച് കളയാനായിട്ട് അവൻ മുതിരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ശങ്കരനാരായണൻ പതിവിൽ വിപരീതമായിട്ട് കമ്പനിയിലേക്ക് ചെല്ലുന്നുണ്ട്. ശങ്കരനാരായണൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രീകാന്ത് അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. സാധാരണ ഇങ്ങനെ വരാറുള്ളൊന്നും അല്ല. പിന്നീട് ശങ്കരനാരായണൻ അവിടെ ഇരുന്ന് ശ്രീകാന്തിനോട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ മുഖത്തെ പതർച്ചയും കാര്യങ്ങളൊക്കെ ശങ്കരനാരായണൻ ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നീട് പറഞ്ഞു, അതെ, കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അല്ല അച്ഛാ, അത് പിന്നെ ഓഡിറ്റ് ചെയ്തിട്ടില്ല, സാരമില്ല, ഓഡിറ്റ് ചെയ്തിട്ട് എനിക്ക് കണക്കുകളും കാര്യങ്ങളൊക്കെ ഈ വർഷത്തെ വ്യക്തമായിട്ട് കിട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്തിന് വല്ലാത്തൊരു ടെൻഷൻ, ദൈവമേ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടുമോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ശങ്കരനാരായണൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിക്കുകയാണ്. അച്ഛൻ ഇവിടെ വന്നെന്നും പിന്നീട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അങ്ങനെയാണ് സൂക്ഷിക്കണം ശ്രീകാന്ത, നിന്റെ അച്ഛൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അയാൾ ഒന്ന് കാണാതെ എന്തായാലും ഒന്നും ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും കമ്പനി നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ഇനി ആ വേദയ്ക്ക് കൊടുക്കാനാണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. ശ്രീകാന്തിന് ആകെപ്പാടെ ടെൻഷനായിരുന്നു. ഇതേ സമയത്ത് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വേദ വീട്ടിലേക്ക് വരുവാണ്. വിക്രം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേദ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചായയൊക്കെ കൊണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേദയോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് പോയിട്ടെന്ന് ചോദിച്ചു. വേദയുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഇന്ന് വരെ അവളെ ഇത്ര ടയേർഡായിട്ട് കണ്ടിട്ടൊന്നുമില്ല. വേദ പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. എനിക്കറിയാം, ഈ മുഖം കണ്ടാൽ തന്നെ അറിയാലോ എങ്ങനെ ഇരുന്ന ഒറ്റ ദിവസം കൊണ്ട് ആകെപ്പാടെ വാടി തളർന്നു പോയല്ലോ എന്ന് പറഞ്ഞു. എല്ലാത്തിനും ഞാനാ കാരണമല്ലേ, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ഇന്ന് ആര് പറഞ്ഞു, അതൊക്കെ വെറും തോന്നലല്ലേ എന്നൊക്കെ പറഞ്ഞു. അതെ, ഞാനിന്ന് പോയി കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വേദ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുമ്പോഴത്തേനും വിക്രം ചെന്നിട്ട് വേദയുടെ കൈയെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഒരു തല്ലിപ്പുള്ളി ഒരു ഗുണ്ടായതുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ. ഒരു പക്ഷേ നീ പറഞ്ഞ പോലെ നീ വന്നതിന് ശേഷം ഞാൻ നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. വേദ പറഞ്ഞു, അതൊന്നും സാരമില്ല വിക്രം, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനി നന്നാവാൻ അവസരമുണ്ടല്ലോ. ആ സമയം വിക്രം പറഞ്ഞു, എന്നാലും നീ ഇനി ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഒരു പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇതേ ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അതെ, എന്നാലും എൻ്റെ മനസ്സിന് നല്ല സന്തോഷമുണ്ട്, ഈ ബാധ്യതകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അനിയൻകുട്ടന് സ്വബോധം വീണ് കിട്ടണം. അനിയൻകുട്ടന് ആരാണ് പുളിക്കനെ ഇല്ലാതാക്കിയെന്നുള്ള സത്യങ്ങളൊക്കെ അനിയൻകുട്ടൻ പറയണം. എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ. അതുവരെ എനിക്കൊരു സമാധാനം ഇല്ലയെന്ന് പറഞ്ഞു. കാരണം എത്രയും പെട്ടെന്ന് നിന്നെയും കൊണ്ട് ഇവിടുന്ന് പോകണം, നിന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനായിട്ട് ഞാനിനി ഒരുക്കമല്ല എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, പോട്ടെ, അതേക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രത്തോട് ചേർന്നിരിക്കുകയാണ്. പിന്നീട് വിക്രം ചേർത്ത് പിടിക്കുന്നുണ്ട് വേദയെ. കാരണം വിക്രത്തിനറിയാം താൻ കാരണമാണ് ഇത്രയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ വേദയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ ജീവിക്കേണ്ട പെണ്ണാണ് ഇവിടെ വന്ന് ഈ തേയിലത്തോട്ടത്തിൽ കൊളുന്തുള്ളാനൊക്കെ പോന്നു. വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.